വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുത്താലോ? അതിനകത്തിൽ മൈദ, കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്, കോഴിമുട്ട, 2 കോഴിമുട്ട ഉണ്ട്, കുറച്ച് ബട്ടറുണ്ട്. ഇത് നമുക്ക് നല്ലോണം ചേർത്തെടുക്കാം. ഉപ്പ്, പാൽ, ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വാനില ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. വാനില എസൻസ്, ബട്ടർ മെൽട്ടാക്കി വെച്ചാണ്. ഇനി ഇങ്ങനെ നല്ലോണം ചേർത്തെടുക്കാം നമുക്ക്. എന്നിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ തീരെ കട്ട ഉണ്ടാവില്ല. ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരരപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. എന്നാൽ കട്ടയില്ലാണ്ട് കിട്ടും. അല്ലെങ്കിൽ കുറേ കട്ട ഉണ്ടാവും. അരിച്ചെടുക്കാം. അരപ്പ് വെച്ചിട്ട് അരച്ചെടുത്താൽ കട്ടയില്ലാണ്ട് കിട്ടും. കണ്ടോ? ഇതുപോലെ കിട്ടിയാൽ മതി. ഇത്തിരി മഞ്ഞൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. നമുക്കിത് ചുട്ടെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ പറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതങ്ങനെ നിന്നോളും. അത് വേവട്ടെ. ഇത് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അടുത്തത് ഒഴിച്ചു കൊടുക്കാം. അത് വേണ്ട. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അങ്ങ് മാംഗോ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ മാംഗോൻ്റെ സീസണല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. മാംഗോ തീർന്നാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. എങ്ങനെ വേണമെങ്കിലും മടക്കട്ടോ, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. ഇനി അടുത്തത് ഉണ്ടാക്കിയെടുക്കാം. വെക്കാം.
പണ്ടൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കൂലേ, ഇപ്പോഴും ഉണ്ടാക്കുമല്ലോ. മൈദ കലക്കിയിട്ട് കോഴിമുട്ടയൊക്കെ കലക്കിയിട്ട് അതിൽ തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ട് ഉണ്ടാക്കും. അതും നല്ല ടേസ്റ്റ് അല്ലേ. നമുക്ക് മടക്കി കൊടുക്കാം. ഏത് വിധത്തിൽ അടിയിൽ വെച്ചിട്ടും വെക്കാം, പുറത്ത് വെച്ചിട്ടും വെക്കാം കേട്ടോ. ഏത് വിധത്തിലും വെച്ച് കൊടുക്കാം. നമുക്കെല്ലാം വെച്ചെടുക്കാം. മാങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. നിങ്ങൾ നല്ല ടേസ്റ്റാണ് ഉണ്ടോ, നല്ല ടേസ്റ്റുണ്ട്. ഈ ക്രീമും മാങ്ങയും എല്ലാം പാടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. കോഴിമുട്ടയൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കണേ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.